നമസ്കാരം. തെരഞ്ഞെടുപ്പിന് ഇനി ഒരാഴ്ച കൂടി കഷ്ടിയുള്ളപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്കും UDF സ്ഥാനാർത്ഥികൾക്കും ആവേശം നൽകിക്കൊണ്ട് രാഹുൽ ഗാന്ധി രണ്ടാം വരവ് നടത്തിയിരിക്കുന്നു. രാഹുൽ ഗാന്ധി ഇന്ന് പത്തനാപുരം സെന്റ് സ്റ്റീഫൻസ് കോളേജ് ഗ്രൗണ്ടിൽ ആയിരക്കണക്കിന് UDF പ്രവർത്തകരെ സാക്ഷ്യമാക്കിക്കൊണ്ട് അസാധാരണമായ ഒരു പ്രസംഗത്തിലൂടെ കേരള ജനതയെ കയ്യിലെടുത്തിരിക്കുകയാണ്. ഞാൻ എന്തുകൊണ്ട് കേരളത്തിൽ മത്സരിക്കുന്നു എന്നതിനുള്ള ഉത്തരം ഞാൻ നിങ്ങളോട് പറയാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ പ്രസിഡന്റ് അമിത് ഷായും പറയുന്നത് നമ്മൾ താഴേക്കിടയിലുള്ളവരാണ്, നമ്മൾ മുകളിലേക്ക് ഉയരണം എന്ന് പറയുന്നു. അവർ രണ്ട് രാജ്യങ്ങളുടെ പേര് എടുത്തു പറഞ്ഞുകൊണ്ട് ആ രാജ്യങ്ങളെ പോലെ നമ്മൾ ആവുമെന്ന് പറഞ്ഞു. എന്നാൽ അതിനു മുൻപേ ഈ ജനത, കേരള ജനത അതിനേക്കാൾ വലുതും ചെറുതുമല്ല, തുല്യരാണ് എന്ന് തെളിയിച്ചവരാണ്. ഈ രാജ്യത്തിന്റെ ഭാഷ, ഈ രാജ്യത്തിന്റെ സഹിഷ്ണുത, ഈ രാജ്യത്തിന്റെ സമത്വഭാവം, ഒപ്പം ലോകമെമ്പാടുമുള്ള സംസ്കാരങ്ങളെ ആദരിക്കുന്നതിനും ബഹുമാനിക്കുന്നതിനുമുള്ള ഈ കേരളത്തിലെ മലയാളികളുടെ കാഴ്ചപ്പാട് അവർ ലോകമെമ്പാടും പോയിക്കൊണ്ടിരിക്കുന്നു. ലോകമെമ്പാടും ചെല്ലുമ്പോൾ അവർ പറയുന്നത് നിങ്ങൾ വലുതല്ല, ഞങ്ങളും വലുതല്ല, നിങ്ങളും ഞങ്ങളും തുല്യരാണ്. ആ സന്ദേശമാണ് കേരളത്തിന്റെ പ്രത്യേകത. സഹിഷ്ണുതയുടെയും ഭാവനയുടെയും സന്ദേശമാണ് കേരളീയർ നൽകുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ നാട്ടിൽ മത്സരിക്കാൻ എത്തിയത്. നരേന്ദ്രമോദിയും അമിത്ഷായും BJPയും പഠിക്കേണ്ടത് അത് തന്നെയാണ്. അവർ സ്വയം വലുതായിക്കൊണ്ട് രാജ്യത്തെ അവർ ചെറുതാക്കുന്നു. അവർ വിദേശ രാജ്യങ്ങളിലേക്ക് നിരന്തരം യാത്ര ചെയ്യുന്നു. അവർ വിദേശത്തെ മാതൃകയെ കുറിച്ച് പറയുന്നു. എന്നാൽ നിങ്ങൾ പറയൂ, നിങ്ങളുടെ ഈ നാട്ടിൽ ധാരാളം കശുവണ്ടി തൊഴിലാളികളുണ്ട്. നിങ്ങളോട് ആരോടെങ്കിലും എന്താണ് നിങ്ങളുടെ പ്രശ്നമെന്ന് ചോദിച്ചിട്ടുണ്ടോ? നിങ്ങളിൽ ആരോടെങ്കിലും ഞങ്ങൾ ഡൽഹിക്ക് വരൂ, റേസ് കോഴ്സിൽ ഇരുന്നുകൊണ്ട് നമുക്ക് നിങ്ങളുടെ പ്രശ്നം ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. നിങ്ങളിൽ എത്ര പേർക്ക് മോദി അധികാരത്തിൽ എത്തുന്നതിന് വേണ്ടി പറഞ്ഞ 15 ലക്ഷം രൂപ കിട്ടി? ഈ ആൾക്കൂട്ടത്തിൽ ആരുടെയെങ്കിലും അക്കൗണ്ടിൽ എത്തിയിട്ടുണ്ടോ? 2 കോടി ആളുകൾക്ക് തൊഴിൽ നൽകും എന്ന് പറഞ്ഞു. നരേന്ദ്രമോദിയാണ് തൊഴിൽ നൽകിയതെന്ന് നിങ്ങളിൽ ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? രാഹുൽ ഗാന്ധി ആവേശത്തോടു കൂടി ചോദിക്കുകയാണ്. ഇല്ല ഇല്ല എന്ന് ആൾക്കൂട്ടത്തിനിടയിൽ നിന്നും വിളികൾ കേൾക്കാം. ഒപ്പം രാഹുൽ ഗാന്ധി ചോദിച്ചുകൊണ്ടിരിക്കുന്നു, ഇവർ ഈ രാജ്യത്തെ ചെറുതാക്കാൻ ശ്രമിക്കുന്നു, ഈ രാജ്യത്തിന്റെ സഹിഷ്ണുത കളയുന്നു. എന്നാൽ നിങ്ങളുടെ ആവശ്യങ്ങൾ സാധിക്കാത്തപ്പോൾ, നിങ്ങളുടെ ആവശ്യങ്ങൾ സാധിക്കാത്തപ്പോൾ, നിങ്ങൾക്ക് തൊഴിൽ നൽകാത്തപ്പോൾ, നിങ്ങൾക്ക് 15 ലക്ഷം രൂപ നൽകാമെന്ന് പറഞ്ഞ് പറ്റിച്ചപ്പോൾ രാഹുൽ ഗാന്ധി ഒരു വാക്കു മാത്രം തെറ്റിച്ചില്ല. ഒരു വിമാനം പോലും നിർമ്മിച്ച് പരിചയമില്ലാത്ത അനിൽ അംബാനിക്ക് 30,000 കോടി രൂപ കൊടുത്തിരിക്കുന്നു. ഈ 30,000 കോടി രൂപ ഈ രാജ്യത്തെ തൊഴിലുറപ്പ് പദ്ധതിക്ക് ചെലവഴിക്കിയിരുന്നെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകളുടെ ഉപജീവന മാർഗം നടത്തുമായിരുന്നു. അത്തരത്തിലുള്ള വഞ്ചനയാണ് ഈ നാടിനോട് കാണിച്ചത്. ഈ രാജ്യത്തെ ഒരു സാധാരണക്കാരൻ്റെയും വേദന മനസ്സിലാക്കാനോ ആശങ്ക മനസ്സിലാക്കാനോ കഴിഞ്ഞിട്ടില്ല. സമ്പന്നരുടെയും കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുടെയും മൂടുതാങ്ങി നടക്കുകയായിരുന്നു നരേന്ദ്രമോദിയും അമിത്ഷായും. അതിശക്തമായ രീതിയിലായിരുന്നു രാഹുൽ ഗാന്ധി ആഞ്ഞടിച്ചത്. പത്തനാപുരം എന്ന് പറയുന്നത് മാവേലിക്കര ഉൾപ്പെടുന്ന മണ്ഡലമാണ്. മാവേലിക്കരയിലെ കൊടിയക്കുന്നേൽ സുരേഷിനെയാണ് പ്രധാനമായും ഉദ്ദേശിച്ചിരിക്കുന്നത്. കൊടിയക്കുന്നേൽ സുരേഷ് അടക്കം UDFന്റെ പരിസരത്തുള്ള സ്ഥാനാർത്ഥികളും അവിടുത്തെ മാത്രമല്ല മറ്റു മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളും UDF നേതാക്കന്മാരും ഒക്കെ ഉണ്ടായിരുന്നു. രാഹുൽ ഗാന്ധിയുടെ പര്യടനം ഇതിനുശേഷം നേരെ പോകുന്നത് രാഹുൽ ഗാന്ധി പത്തനംതിട്ടയിലേക്കാണ്. പത്തനംതിട്ടയിലും സന്ദർശിച്ച് ആലപ്പുഴയിലും കൺവെൻഷനിൽ പങ്കെടുത്ത ശേഷം KM മാണിയുടെ വീട്ടിലും പോയതിനു ശേഷം ഇന്ന് വൈകുന്നേരം രാഹുൽ ഗാന്ധി തിരുവനന്തപുരത്ത് എത്തുന്നുണ്ട്. ഏറ്റവും അധികം കടുത്ത മത്സരം നടക്കുന്ന 4 മണ്ഡലങ്ങൾ തന്നെയാണ് രാഹുൽ ഗാന്ധി തെരഞ്ഞെടുത്തിരിക്കുന്നത്. തിരുവനന്തപുരവും മാവേലിക്കരയും പത്തനംതിട്ടയും ആലപ്പുഴയും, ഈ 4 മണ്ഡലങ്ങളിൽ തന്നെ രാഹുൽ ഗാന്ധി തെരഞ്ഞെടുത്തിരിക്കുകയാണ്. എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആവേശോജ്വലമായ ഒരു തുടക്കമാണ് രാഹുൽ ഗാന്ധി നൽകിയിരിക്കുന്നത്. ഈ നാളെയും രാഹുൽ ഗാന്ധി കേരളത്തിൽ തന്നെയാണ്. എന്നാൽ വയനാട് മണ്ഡലത്തിലായിരിക്കും രാഹുൽ ഗാന്ധിയുടെ നാളത്തെ പര്യടനങ്ങൾ.